ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ സ്ലീപ്പിനെ കുറിച്ചാണ്. ഉറക്കം. 1 വയസ്സിന് താഴെ പ്രായമുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ന്യൂ ബോൺസ് ഒക്കെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്ലീപ്പിനെ കുറിച്ച് പല പാരൻസിൻ്റെ ഒരു സംശയമാണ്, എൻ്റെ കുഞ്ഞ് ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് കൂടുതൽ ഉറങ്ങുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ് ഈ ഒരു സമയത്ത്. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഓരോ പ്രായത്തിലും നിങ്ങളുടെ കുഞ്ഞ് ഉറങ്ങിയിരിക്കേണ്ട മിനിമം സ്ലീപ്പ് ഹവേഴ്സാണ്. അതുപോലെ തന്നെ ആവറേജ് സ്ലീപ്പ് ഹവേഴ്സ്. 3 മാസത്തിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ഒരു ദിവസത്തിൽ ഉറങ്ങേണ്ട സമയം എന്ന് പറയുന്നത് ഒരു ആവറേജ് 14 തൊട്ട് 17 മണിക്കൂർ വരെ ആ കുഞ്ഞ് ഉറങ്ങാം. ഇതൊരു ആവറേജ് കണക്കാണ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് പാരൻസിന് സംശയം തോന്നും, എൻ്റെ കുട്ടി ഇത്രയൊന്നും ഉറങ്ങുന്നില്ലല്ലോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ നോക്കേണ്ടത് എൻ്റെ കുഞ്ഞ് മിനിമം സ്ലീപ്പ് ഹവേഴ്സെങ്കിലും ഉറങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഈ പ്രായത്തിന് എത്രയാണ്? 11 മണിക്കൂറാണ് ഏകദേശം ഒരു സ്ലീപ്പ് ഹവേഴ്സ്. IAPയുടെ റെഫറൻസ് വെച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ലെസ് ദാൻ 3 മന്ത് ആയ ഒരു കുഞ്ഞിൻ്റെ ഡേ നാപ്സ്, പകൽ ആ കുഞ്ഞ് ഉറങ്ങുന്നത് എത്ര ആയിരിക്കണം? ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 കുഞ്ഞ് ഡേ നാപ്സ് എങ്കിലും ആ കുട്ടി ഉറങ്ങാറുണ്ട്. പൊതുവെ പല കുട്ടികളും ഫുൾ ടൈം ഉറക്കമായിരിക്കും പകൽ, അത് കാര്യമാക്കേണ്ട, നോർമലാണ്. ഇനി 4 മാസം തൊട്ട് 11 മാസം വരെ പ്രായമുള്ള ഒരു കുട്ടിയുടെ ആവറേജ് സ്ലീപ്പ് എത്രയാണ്? 12 തൊട്ട് 15 മണിക്കൂറാണ് ആവറേജ് സ്ലീപ്പ്. പക്ഷേ മിനിമം സ്ലീപ്പ് എത്രയാണ്? ഏറ്റവും മിനിമം ഈ പ്രായത്തിലുള്ള കുട്ടി എത്രയാണ് ഉറങ്ങേണ്ടത്? 10 മണിക്കൂറെങ്കിലും ഈ പ്രായത്തിൽ ഉറങ്ങിയിരിക്കണം. അതോടൊപ്പം ഇവരുടെ പകലുള്ള നാപ്പ് എത്രയാണ്? ഈ പ്രായത്തിലുള്ള കുട്ടികൾ 4 മാസം തൊട്ട് 11 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ പകൽ സമയത്ത് ഏകദേശം ഒരു 2 നാപ്പൊക്കെ, 2 ഉറക്കം ഉറങ്ങാറുണ്ട്. പക്ഷെ എല്ലാ കുട്ടികളും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിൽ ഓരോ ബേബി ടു ബേബി വേരിയേഷൻ വന്നേക്കാം. അപ്പം ഇതാണ് ഒരു സ്ലീപ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഈ ഒരു സ്ലീപ്പിംഗ് ഹവേഴ്സ്. ഇനി നമുക്ക് എന്ത് പറയാം, ഒരു കുട്ടി ഓരോ പ്രായത്തിലും കാണിക്കുന്ന സ്ലീപ്പിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ചില കുട്ടികൾ കയ്യിൽ എടുത്താൽ മാത്രമേ ഉറങ്ങുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അതോടൊപ്പം സ്ലീപ്പിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ നല്ല സ്ലീപ്പ് ഒരു കുട്ടിയിൽ ഇൻഡ്യൂസ് ചെയ്യാം? ഈ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പം ഈ പാരന്റിങ് ജേർണിയുടെ ഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെഷനിലോട്ട് കിടക്കാം. എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെയാണ് ഓരോ പ്രായത്തിലുള്ള സ്ലീപ്പിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറയാം. ആദ്യം 3 മാസത്തിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ സ്ലീപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ പറയാം. ഒന്ന്, സ്ലീപ്പിന്റെ ടൈം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ കുട്ടി ആവറേജ് 14 തൊട്ട് 17 മണിക്കൂർ വരെ ഉറങ്ങുന്നുണ്ടാവും. ചില കുട്ടികൾ 17 മണിക്കൂറൊക്കെ ഉറങ്ങാന്ന് പറയുമ്പോൾ പാരൻസ് വളരെ പേടിച്ചു പോകും. എൻ്റെ കുട്ടി ഫുൾ ടൈം ഉറക്കാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. സ്വാഭാവികമാണ്. 17 മണിക്കൂർ വരെ ഒരു ദിവസത്തിൽ ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവും ആദ്യ നാളുകളിൽ, 1 മാസം 1.5 മാസമൊക്കെ പ്രായത്തിൽ. അത് നോർമലാണ്. നേരെ ഓപ്പോസിറ്റുള്ള കുട്ടികളുണ്ടാവും, എൻ്റെ കുട്ടി തീരെ ഉറങ്ങുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന പാരൻസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആവറേജ് എല്ലാ കുട്ടികളും ഉറങ്ങണമെന്നില്ല. അപ്പോൾ നിങ്ങളെ കുട്ടി ഏറ്റവും ചുരുങ്ങിയത് ഒരു മൊത്തം 24 മണിക്കൂറിൽ 11 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്തൊരു കാര്യമാണ് ഡേ നാപ്സ്. ഈ 3 മാസത്തിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഡേ നാപ്പ് എത്രയായിരിക്കും? ഒരു 3 നാപ്പ്, രാവിലെ ഉച്ചക്ക് വൈകിട്ട്, അങ്ങനെ ഒരു 3 തവണയെങ്കിലും ഒരു 3 പകൽ ഉറക്കങ്ങളൊക്കെ ആ കുട്ടി ഉണ്ടായിരിക്കും. ചില കുട്ടികൾ പകൽ ഫുൾ ടൈം ഉറക്കമായിരിക്കും, പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ 3 മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസ് നേരിട്ടേക്കാവുന്ന ഒരു പ്രശ്നമാണ്, എൻ്റെ കുട്ടി പകൽ സമയത്ത് ഫുൾ ഉറക്കാണ്, എന്നിട്ട് രാത്രി ഇരുന്ന് കളിക്കും, രാത്രി ഉറക്കമില്ല, കരച്ചിലാണ്, ബഹളമാണെന്ന് പറയും. ഇതെന്താണ്? ഇത് പ്രശ്നമാണോ? ഇത് പ്രശ്നമല്ല. ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ്? ഈ 3 മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഇല്ല. അവർക്കൊരു സർക്കാഡിയം റിതം അല്ലെങ്കിൽ ഡേ നൈറ്റ് ഡിഫറൻസ് ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് ഡേയും നൈറ്റും ഒക്കെ ഒരുപോലെയാണ്. അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് അവർ ഉറങ്ങും. രാത്രി അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് കരയും. അത് സ്വാഭാവികമാണ്, നോർമലാണ്. ഇനി ഡേ എൻ്റെ കുട്ടി ഉറങ്ങാണ്, രാത്രി ഇരുന്ന് കരയാന്നുള്ളത് ഒരു ആശങ്കയായി കാണരുത്, നോർമലാണ്. ഇനി അടുത്തൊരു പരാതിയാണ് 3 മാസത്തിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ പാരൻസിൻ്റെ. എൻ്റെ കുഞ്ഞ് കയ്യിൽ വെച്ച് ആട്ടിക്കഴിഞ്ഞാൽ നല്ല ഉറക്കമാണ്,
പക്ഷേ ബെഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും കരയാൻ. എന്താ പരിഹാരം, അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, പരിഹാരവും ഇല്ല. അതിനുള്ള പരിഹാരം നിങ്ങൾ കുഞ്ഞിനെ പയ്യെ 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 കയ്യിലിട്ട് ആട്ടി വളരെ പതുക്കെ ബെഡിലോട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പ്രായം കൂടുന്തോറും ഈ സ്വഭാവം മാറിപ്പോകും. അപ്പം അത് കണ്ട് ആശങ്കപ്പെടേണ്ടതില്ല. മനസ്സിലായല്ലോ? പിന്നെ പാരൻസ് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുട്ടിക്ക് സ്ലീപ്പ് ഡിസോർഡർ ഉണ്ട് തോന്നുന്നു. 3 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ പാരൻസ് പറയും, എൻ്റെ കുട്ടി വളരെ കുറച്ച് സമയം ഉറങ്ങിയാൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്നു, എന്നിട്ട് കുറേ നേരം കളിക്കും അല്ലെങ്കിൽ കരയും, എന്നിട്ട് വീണ്ടും ഉറങ്ങും, ഒരു മണിക്കൂർ ആവുന്നതിന് മുമ്പ് വീണ്ടും എഴുന്നേക്കും. എൻ്റെ കുട്ടിക്ക് എന്തോ കാര്യമായ സ്ലീപ്പ് ഡിസോർഡർ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന പാരൻസ് ഉണ്ട്. മനസ്സിലാക്കുക, ഇത് സ്ലീപ്പ് ഡിസോർഡർ അല്ല. 3 മാസം താഴെ പ്രായമുള്ള കുട്ടിക്ക് ഒരു ദീർഘനേരം ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങാൻ അറിയില്ല അല്ലെങ്കിൽ കഴിയില്ല, അവർ ഉറങ്ങാറില്ല എന്ന് കരുതി അങ്ങനെ ഉറങ്ങുന്ന കുട്ടികൾ ഉണ്ടാവില്ല എന്നല്ല, ചില കുട്ടികൾ ദീർഘനേരം ഉറങ്ങാറുണ്ട്. അപ്പം നിങ്ങളെ കുട്ടി ഷോർട്ട് ആയിട്ടാണ് ഉറങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് ഈ പ്രായത്തിന്റെ നോർമൽ ഒരു ബിഹേവിയർ ആണ്. നിങ്ങളത് കണ്ട് പേടിക്കണ്ട. ചിലപ്പോൾ 1 മണിക്കൂറാവാം, ചിലപ്പോൾ അരമണിക്കൂറാവാം, ചിലപ്പോൾ 1.5 മണിക്കൂറാവാം. ഒരു കുട്ടി ദീർഘനേരം ഉറങ്ങാൻ സമയമെടുക്കും. ഒരു ഒറ്റ സ്ട്രെച്ചിൽ 4 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങാൻ സമയമെടുക്കും. അത് നമ്മൾ അടുത്ത ഈ 4 മന്തിന് ശേഷമുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പൊ 3 മാസം താഴെ അല്ലെങ്കിൽ 4 മാസത്തിനൊക്കെ താഴെ പ്രായമുള്ള കുട്ടി കുഞ്ഞു ബ്രേക്ക് ആയിട്ട് ഉറങ്ങുന്നത് പ്രശ്നമില്ല എന്ന് മനസ്സിലായല്ലോ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ കുട്ടികൾക്ക് സ്ലീപ്പിന്റെ കാര്യത്തിൽ ഹൈലി വേരിയബിൾ ആണ്. ഇതാണ് എനിക്ക് 3 മാസം അല്ലെങ്കിൽ 4 മാസം താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസിനോട് പറയാനുള്ളത്. നിങ്ങളെ കുഞ്ഞ് സ്ലീപ്പിന്റെ കാര്യത്തിൽ ഹൈലി വേരിയബിൾ ആണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നല്ല രീതിയിൽ ഉറങ്ങിയ കുട്ടി 2 ദിവസം കഴിയുമ്പോൾ ഫുൾ ഉറക്കം ബ്രേക്ക് ആയിരിക്കും. അവിടുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫുൾ പകൽ ഉറക്കം, രാത്രി എഴുന്നേൽക്കും. അവിടുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ രാത്രി ഫുൾ ഉറക്കം, പകൽ എഴുന്നേൽക്കും. എന്ന് പറഞ്ഞാൽ 4 മാസത്തിനൊക്കെ താഴെ പ്രായമുള്ള കുഞ്ഞിൻ്റെ സ്ലീപ്പ് ഹൈലി വേരിയബിൾ ആണ്. അത് എല്ലാ ദിവസവും ഒരുപോലെ ആവുമെന്ന് പ്രതീക്ഷിക്കരുത്. മാത്രവുമല്ല, ഓരോ ബേബിയും മറ്റൊരു ബേബിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പം എൻ്റെ കുട്ടി ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, മറ്റേ കുട്ടി അങ്ങനെ ഉറങ്ങുന്നത്, ആ കമ്പാരിസണിൽ അർത്ഥമില്ല. എനിക്ക് ഒരു കാര്യം തീർച്ചയാണ്, നിങ്ങൾ പാരൻസ് മറ്റു പാരൻസുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടാവും. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും, വാട്സപ്പിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന പോലെയുള്ള പീഡിയാട്രീഷ്യൻസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അവരൊക്കെ അവരുടെ കുട്ടിയുടെ സ്ലീപ്പിനെ കുറിച്ച് അഭിപ്രായം പറയും. നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ കുട്ടിയും മറ്റൊരു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ്, പ്രത്യേകിച്ച് ആദ്യത്തെ 4 മാസം. അപ്പോൾ നിങ്ങൾ മറ്റൊരു കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യരുത്. ഇത്രയും വ്യക്തമാണല്ലോ. ഇതാണ് ഒരു 3 മാസം താഴെ പ്രായമുള്ള അല്ലെങ്കിൽ 4 മാസം താഴെ പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ പാരന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി 4 മാസത്തിന് മുകളിലോട്ട് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ സ്ലീപ്പ് ബിഹേവിയറിനെ കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ പ്രായത്തിൽ ഒരു കുട്ടി ആവറേജ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ 12 to 15 hours ആണ്. അതറിയാലോ, കൃത്യമാണ്. ഇനി പക്ഷേ എല്ലാ കുട്ടികളും അത്ര ഉറങ്ങുമോ? ഇല്ല. അപ്പം മിനിമം സ്ലീപ്പ് അവേഴ്സ് എത്രയെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതെത്രയാണ്? 10 മണിക്കൂർ. അപ്പം 10 hours ആണ് ഈ ഒരു പ്രായത്തിലുള്ള മിനിമം സ്ലീപ്പ് അവേഴ്സ്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളെ കുട്ടി ഉറങ്ങേണ്ടത് 10 hours ആണ്. അത് വ്യക്തമാണല്ലോ. ഇനി നമുക്ക് നോക്കാം ഈ പ്രായത്തിലുള്ള സ്ലീപ്പിന്റെ കുറച്ച് പ്രത്യേകതകൾ. ഒരു 4 തൊട്ട് 11 മാസം വരെയുള്ള ആ ഒരു സമയത്ത് നിങ്ങളുടെ കുട്ടി സ്ലീപ്പിൽ കാണിക്കുന്ന ചില പ്രത്യേകതകൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ പ്രായത്തിലാണ് ആദ്യമായി കുഞ്ഞ് ഒറ്റ സ്ട്രെച്ചിന് ഒരു 3-4 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിന് ഉറങ്ങാൻ മിക്ക കുട്ടികളും പഠിക്കുന്നത്. ചില കുട്ടികൾ ഇതിനു മുമ്പേ ഉണ്ടാകാം, പക്ഷേ മിക്ക കുട്ടികളും ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങാൻ പഠിക്കുന്നത് ഈ പ്രായത്തിലാണ്. 4 തൊട്ട് 11 മാസം വരെ ഉള്ള ആ സമയത്തിനുള്ളിൽ. അത് എല്ലാ കുട്ടിയും 4 മാസം ആവുന്നില്ല. ചില കുട്ടികൾ 11നോട് അടുക്കുമ്പോഴൊക്കെയാണ് നല്ല ലെങ്ത് കൂടുക. രണ്ടാമത്തെ കാര്യം, ആദ്യമായി അവർക്ക് ഡേ നൈറ്റ് ഡിഫറൻസ് വന്നു തുടങ്ങുന്നത് ഈ പ്രായത്തിലാണ്. കൃത്യമാണല്ലോ. അപ്പൊ ഡേ നൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പകൽ സമയം നല്ല കളിച്ച് രാത്രി കൂടുതൽ ഉറങ്ങുന്ന ആ ഒരു ഡിഫറൻസ് വരുന്നത് 4 മാസത്തിന് ശേഷമാണ്. ചില കുട്ടികൾക്ക് അത് 6, 7, 8 ഒക്കെ ആകാം. അത് മനസ്സിലായി. ഇനി ഈ ഒരു സമയത്ത്, ഈ ഒരു 4 മാസത്തിന് ശേഷം ഒരു കുട്ടിക്ക് ഉണ്ടായേക്കാവുന്ന മറ്റൊരു പ്രശ്നമാണ്, ഇവർ രാത്രി കുറച്ചും കൂടെ കരഞ്ഞ് എഴുന്നേൽക്കാനുള്ള ടെൻഡൻസി ഈ 4 മാസത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു 3 അല്ലെങ്കിൽ 2 മാസത്തിന് താഴെ പ്രായമുള്ള അല്ലെങ്കിൽ 3 മാസത്തിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിക്ക് നമ്മൾ രാത്രി എഴുന്നേറ്റ പാൽ കൊടുക്കും. അതുപോലെ 4 മാസത്തിന് ശേഷമുള്ള എല്ലാ കുട്ടിക്കും രാത്രി ഒന്ന് എഴുന്നേൽക്കുന്നു എന്ന് കരുതി നിങ്ങൾ കൊണ്ട് പാൽ കൊടുക്കേണ്ട നിർബന്ധമില്ല. പ്രത്യേകിച്ച് 5, 6 പ്രായം കൂടുന്തോറും, ഞാൻ വളരെ ചെറിയ കുട്ടീൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഒരു 5, 6, 7 ഒക്കെ മേലോട്ട് പോകും തോറും രാത്രി എഴുന്നേൽക്കുന്നുണ്ട്, ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുഞ്ഞ് ഉണരുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ പാല് കൊടുക്കേണ്ടതില്ല. ആദ്യം ചെയ്യേണ്ടത്
കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 4 അല്ലെങ്കിൽ 5 മന്തിന് ശേഷമുള്ള കുട്ടിക്ക് സ്ലീപ്പ്, ആ കുഞ്ഞിനെ ഉറക്കാനുള്ള ഒരു വഴിയായി മുലപ്പാലിനെ കാണരുത്. മറിച്ച് ആ കുട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുട്ടിയെ ഒന്ന് ആശ്വസിപ്പിക്കുക. എന്നിട്ട് നോക്കുക, നിങ്ങളൊന്ന് ചെറുതായി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് തട്ടിക്കൊടുക്കുന്ന സമയത്ത് ആ കുഞ്ഞ് വീണ്ടും സ്ലീപ്പിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡിങ് കൊടുക്കേണ്ടത് ആവശ്യമില്ല. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, മുതിർന്ന കുട്ടികളുടെ കാര്യം, ഒരു 4, 5, 6 അതിൻ്റെ മേലോട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഫീഡിങ് കൊടുക്കുക. കാരണം ഇങ്ങനെ ഓരോ രാത്രിയുള്ള എഴുന്നേൽക്കലിനും നിങ്ങൾ ഫീഡിങ് കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രിയുള്ള ഫീഡിങ് നിർത്താൻ നല്ല ബുദ്ധിമുട്ടാകും. കാരണം 11-12 മാസം ആകുമ്പോൾ നമ്മൾ നൈറ്റ് ഫീഡിങ് കംപ്ലീറ്റ്ലി പതിയെ ഒഴിവാക്കി തുടങ്ങേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾ ഈ കുഞ്ഞു ഉറങ്ങുന്ന ഓരോ സമയത്തും ഫീഡിങ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞ് പ്രോപ്പറായിട്ട് പിന്നെ ഫീഡിങ് ഇല്ലാണ്ട് രാത്രി ഉറങ്ങാണ്ടേ ആവും. 1 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാവും ഫീഡിങ് നിർത്താൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 4 തൊട്ട് 11 മാസം വരെയുള്ള ഒരു കുഞ്ഞിൻ്റെ സ്ലീപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എങ്ങനെ ഒരു കുഞ്ഞിനെ ഈ ഒരു പ്രായത്തിൽ 1 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ എങ്ങനെ ഉറക്കാൻ കിടത്താം, എന്താണ് സേഫ് സ്ലീപ്പിംഗ് പ്രാക്ടീസ് എന്ന് പറയാം. സേഫ് സ്ലീപ്പിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വളരെ സേഫായിട്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ ഹാനി വരാതെ എങ്ങനെ നമ്മൾ ഉറക്കാൻ എന്നുള്ള അതിനെ ഡിസ്കസ് ചെയ്യുന്ന പേരാണ് നമ്മൾ സേഫ് സ്ലീപ്പിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ സ്ലീപ്പ് ഹൈജീൻ. എന്തുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്? ഇത് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നതിൻ്റെ കാരണം കുട്ടികൾ ഉറക്കത്തിൽ മരിച്ചു പോകുന്ന അവസ്ഥകളുണ്ട്. അപ്രതീക്ഷിതമായി ഉറക്കത്തിൽ മരിച്ചു പോകുന്ന അവസ്ഥകളുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ സേഫ് സ്ലീപ്പിംഗ് പ്രാക്ടീസ് എടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് സേഫ് സ്ലീപ്പിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവോയ്ഡ് കോ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അമ്മയും കുഞ്ഞും ഒരേ സ്ഥലത്ത് കിടന്ന് ഉറങ്ങാതിരിക്കുകയാണ് നല്ലത്. ഒരേ റൂമിലാണ്, വീണ്ടും ശ്രദ്ധിക്കുക, ഒരേ റൂമിലായിരിക്കണം, റൂമിങ്ങിന് ഉണ്ടായിരിക്കണം. പക്ഷേ സ്ലീപ്പ് എപ്പോഴും 2 അടുത്തുള്ള കട്ടിലുകളാകാൻ ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയട്ടെ, ഇന്ത്യയിലുള്ള സിനാരി വെച്ച് പറയുമ്പോൾ പല പാരൻസിനും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെയാണ് റെക്കമെൻഡേഷൻസിൽ പറയുന്നത്. കാരണം ഈ മുതിർന്ന ആൾ ഉറങ്ങുന്ന സമയത്ത് അറിയാണ്ട് കുഞ്ഞിൻ്റെ ദേഹത്തോട്ട് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ശ്വാസമുട്ടിലോട്ട് നയിക്കും. ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവോയ്ഡ് കോ സ്ലീപ്പിംഗ് ആണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞിൻ കിടക്കുന്ന ബെഡിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻസ്, തലയണ, ബ്ലാങ്കറ്റ് ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ, ഈ ചെറിയ കുഞ്ഞുങ്ങൾ രാത്രി അറിയാതെ തിരിഞ്ഞു കിടന്നാൽ അവരെ മുഖം അമർന്ന് ശ്വാസം മുട്ടി മരണം വരെ സംഭവിക്കാം. അടുത്തത്, കുഞ്ഞുങ്ങൾക്ക് പില്ലോ ആവശ്യമില്ല. 1 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് പില്ലോ ആവശ്യമില്ല. നാലാമത്തെ കാര്യം, കുട്ടികളെ കിടത്തുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കുഴിഞ്ഞു പോകുന്ന ബെഡിലായിരിക്കരുത്. കാരണം മുഖം അമർന്നു പോയി ശ്വാസം മുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫേം ആയിട്ടുള്ള, ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ കുഴിഞ്ഞു പോവാത്ത ബെഡിലായിരിക്കണം ഉറക്കേണ്ടത്. ഇതാണ് സേഫ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് പ്രാക്ടീസ്. ഇനി എൻ്റെ കുട്ടിക്ക് പലപ്പോഴും ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉറങ്ങാനുള്ള 1-2 ടിപ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാം, അതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം, പതിയെ റൂട്ടീൻ ഉണ്ടാക്കുക. ആദ്യത്തെ 3 മാസത്തിൽ നിങ്ങൾ റൂട്ടീനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ല. അവിടെ റൂട്ടീനൊന്നും ഉണ്ടാവില്ല. പക്ഷേ 4 മാസം കഴിയുന്നതോടുകൂടി, ഒരു 6 മാസം കൂടെ കടക്കുന്നതോടുകൂടി നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂട്ടീൻ ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഈവനിങ് അവർ ഉറങ്ങുന്ന സമയം ആകുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ കുഞ്ഞിനൊന്ന് ആദ്യം കുളിപ്പിക്കുക, ചെറിയൊരു മസാജൊക്കെ ചെയ്യുക. എന്നിട്ട് ബേബി നൈറ്റ് സ്ലീപ്പിംഗ് ഡ്രസ്സ് എടുത്തിട്ട് കൊടുക്കുക. ഒരു ഫീഡിങ് കുറച്ച് മുമ്പായിട്ടൊരു ബ്രസ്റ്റ് ഫീഡിങ് കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ കൊടുക്കുക. ഇങ്ങനെ പാറ്റേൺ ഉണ്ടാക്കി ബെഡിൽ കൊണ്ട് വെച്ചു അവിടെ നിന്ന് ഒരു പുസ്തകം വായിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 6 മാസത്തിന് താഴെ പ്രായം അല്ലെങ്കിൽ 7 മാസത്തിന് താഴെ പ്രായമുള്ള കുട്ടിക്ക് പുസ്തകം വായിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ട്. അവർക്കത് പതിയെ അവരുടെ ലൈഫിൻ്റെ ഭാഗമാവും. അത് പോസിറ്റീവായി കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് ചെറിയൊരു പുസ്തകം വായിച്ചു കൊടുക്കുക. ചുമ്മാ എന്തെങ്കിലും കഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് റീഡിങ് ചെയ്യുക. അങ്ങനെ ഈവനിങ് സമയത്ത് ഒരു ഹാബിറ്റ് ഉണ്ടാക്കി, ഒരു റൂട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ സ്ലീപ്പ് നല്ല രീതിയിൽ ഏതൊരു കുട്ടിയിലും ഡെവലപ്പ് ആവും. അതാണ് ഒന്നാമത്തത്, നല്ല റൂട്ടീൻ ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, കാം ആയിട്ടുള്ള, സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൗണ്ട് ലെസ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള റൂം ആയിരിക്കണം കുഞ്ഞുങ്ങൾ ഉറങ്ങേണ്ടത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ നല്ല സൂത്തിങ് സൗണ്ട്സ് ഒക്കെ കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കാം. അതൊക്കെയാണ് സ്ലീപ്പിനെ ഇൻഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ. അതല്ലാതെ വേറെ മറ്റ് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള ക്രാഡലിൻ്റെ പിറകെയോ അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് 1 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസ് അവരുടെ സ്ലീപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ന്യൂ ബോൺസിൻ്റെ ഒക്കെ മദേഴ്സാണ് ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ വരുന്ന 1 വർഷത്തോട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് ഓർത്ത് വെച്ചോളൂ, വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഈ പാരൻറ്റിങ് ജേർണിയുടെ ഭാഗമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ
വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്നവരെ ബൈ.